13 വയസ്സുള്ളപ്പോൾ ആദ്യം പീഡിപ്പിച്ച ആൺ സുഹൃത്ത് ദൃശ്യങ്ങൾ പകർത്തി പലർക്കും കൈമാറിയതാണ് പത്തനംതിട്ടയിലെ പെൺകുട്ടി പിന്നീട് നിരന്തരം പീഡനത്തിനിരയാകാൻ വഴിതെളിച്ചത്. സമാനമായ ഒരു വാർത്തയാണ് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്നുള്ളത്. 14-കാരിയായ വിദ്യാർത്ഥിനിയെ +2 വിദ്യാർത്ഥി പീഡിപ്പിച്ചതായാണ് പരാതി. വിനോദസഞ്ചാര കേന്ദ്രമായ റാണിപുരത്തെ റിസോർട്ടിലും കുട്ടിയുടെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. കേസിൽ പടന്ന ഓരിമുക്ക് സ്വദേശിയായ ആൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടി മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് സ്കൂളിലുമാണ് കുട്ടി കൗൺസിലിംഗിന് വിധേയയായത്. പ്രണയം നടിച്ചാണ് പെൺകുട്ടിയെ +2 വിദ്യാർത്ഥി പീഡനത്തിന് ഇരയാക്കിയത്. ഇക്കഴിഞ്ഞ 20-ന് വിനോദസഞ്ചാര കേന്ദ്രമായ റാണിപുരത്തെ റിസോർട്ടിലെത്തിച്ചും പിന്നീട് കുട്ടിയുടെ വീട്ടിൽ ചെന്നും പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. പിന്നീട് ഇയാൾ അകലം പാലിച്ചു തുടങ്ങിയതോടെ പെൺകുട്ടി മാനസികമായി തളരുകയായിരുന്നു. പെൺകുട്ടിയിൽ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയതോടെ രക്ഷിതാക്കളാണ് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം ആദ്യം വെളിപ്പെടുത്തിയത്. ആത്മഹത്യാ പ്രവണത ഉൾപ്പെടെ കാണിച്ചു തുടങ്ങിയതോടെ സ്കൂളിലും പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകി. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ എ പ്രശാന്താണ് പോക്സോ നിയമപ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പടന്ന ഓരിമുക്ക് സ്വദേശിയായ +2 വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ നാട്ടിൽ പ്രചരിക്കുകയും ചെയ്തു. ഇതിനെതിരെയും രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ പോക്സോ കുറ്റം ചുമത്തിയിരിക്കുന്ന കേസിൽ പ്രതിക്കുമേൽ പോലീസ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ചു. ന്യൂസ് 18 പയ്യന്നൂർ.